അമേരിക്കയിലെ ടെക്സാസിലുള്ള റിഫൈനറിയിൽ വൻ സ്ഫോടനം, വലിയ രീതിയിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു വിവരങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ 6:30 ഈ സംഭവം ടെക്സാസിൽ നടന്നത്. അമേരിക്കയിലെ റിഫൈനറി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ടെക്സാസിലെ റിഫൈനറിയിൽ സ്ഫോടനം നടക്കുകയും വിദേശ ബന്ധം അന്വേഷിക്കുകയും ചെയ്യുന്നു. ടെക്സാസിലെ പോർട്ട് ആർത്തൂറിൽ ഉള്ള വലീഗോ ഓയിൽ റിഫൈനറിയിലാണ് സ്ഫോടനം നടക്കുന്നത്. ആ സ്ഫോടനം നടന്നതോടനുബന്ധിച്ച് തന്നെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ, താമസക്കാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടുന്ന് മാറ്റി. ഇപ്പോൾ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് ഭയപ്പെടുകയാണ് അമേരിക്ക. കാര്യം ഇവിടേക്ക് മറ്റേതെങ്കിലും മിസൈലുകളോ സംവിധാനങ്ങളോ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം ചില വിദേശ മാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ദൂരപരിധിയൊക്കെ അളന്നിട്ടുണ്ട്. അഥവാ ഇറാനിൽ നിന്ന് ടെക്സാസിലേക്ക് 11,900 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇറാൻ്റെ കൈവശത്തിൽ അത്തരം മിസൈലുകൾ ഉണ്ടോ എന്ന പരിശോധനയാണ് ആരംഭിച്ചത്. എന്നാൽ ഇത്തരം ഒരു പരിശോധനയായിട്ട് ബന്ധപ്പെട്ട ഇതൊന്നും പരസ്യമായിരിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിട്ടും പുറത്ത് വന്നിട്ടില്ല. കാര്യം അവർ പറഞ്ഞത് തീപിടുത്തമുണ്ടായി, കിഴക്കൻ ഭാഗത്ത്, റിഫൈനറിയുടെ കിഴക്കൻ ഭാഗത്ത് തീപിടുത്തമുണ്ടായി, അത് സ്ഫോടനമായിട്ട് പൊട്ടിത്തെറിച്ചു, ചില വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒതുക്കാൻ വേണ്ടി സാധിച്ചു, ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട്. ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊന്നും പുറത്തു വന്നു. സാധാരണഗതിയിൽ ഒരു റിഫൈനറി മൊത്തം കത്തിപ്പോയാലും, അവരുടെ ഒരു പ്രദേശത്തുള്ള ഒരു രാജ്യത്തിൻ്റെ പകുതി കത്തിപ്പോയാലും ആർക്കൊന്നും പറ്റാറില്ല. ചിലപ്പോൾ ഒരാൾക്ക് ചെറിയ കൈയിൻ്റെ വിരലിന് ചെറിയൊരു മുറി പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചരിത്രത്തിൽ അമേരിക്കയുടെ കഥകളും സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്, ഇസ്രായേലിൻ്റെതും. അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. പരിക്ക് പറ്റിയില്ലെങ്കിൽ അതൊരു അത്ഭുതമല്ല, പറയാറില്ല. അപ്പോൾ ഇതാണ് സംഭവം. എന്നിട്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ബ്രിട്ടൻ്റെ അണ്ടറിലുള്ള ദ്വീപ് മേഖലയിലേക്ക്, അവിടെ ഈ ബ്രിട്ടന് ബേസ് ഉണ്ട്. ബ്രിട്ടൻ്റെ എയർബേസ് യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത അന്നത്തെ ദിവസത്തിൻ്റെ, അതായത് ഈ ഉത്തരവ് വന്നതിൻ്റെ 3-ാമത്തെ മണിക്കൂർ ഇറാൻ ആ ഡീഗോ ഗാർസിയ ആക്രമിച്ചു. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചു. അതിൽ ഒന്നിനെ ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ ഒന്ന് എന്തായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നില്ല. രണ്ടും ലക്ഷ്യം കണ്ട് ആക്രമിക്കുകയും വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറയുന്നത്, ഡീഗോ ഗാർസിയ ദ്വീപിലേക്ക് ഈ പറയപ്പെട്ട ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് 3,800 കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത്. ഇറാൻ്റെ കൈവശത്തിൽ ഇതുവരെ ഉള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും 2,200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 3,800 കിലോമീറ്റർ ദൂരം ആര് കൊടുത്തു എന്നുള്ളതാണ് അതിവിടെ പ്രബലമായിരിക്കുന്നൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. വിട്ടത് ഇറാനാണ്, അതവർ സമ്മതിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട് എന്ന് ഇവരും സമ്മതിച്ചിട്ടുണ്ട്. ഇനി കൊടുത്തതാരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നുകിൽ അത് കൊറിയയിൽ നിന്നാണ് കൊറിയ നൽകിയതാവാൻ സാധ്യതയുണ്ട്. അവരുടെ ഈ പറയപ്പെട്ട മിസൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലാണ്. അത് അമേരിക്ക കണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ് കൊറിയ എന്നതിനാൽ അത്രക്ക് ശക്തമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ സമാനമായ രീതിയിൽ തന്നെ ഇറാനും സാധിക്കും. പക്ഷേ വിഷയം ഇതാണ്, 3,800 കിലോമീറ്ററിൻ്റെത് ഉണ്ടെങ്കിൽ അവരുടെ കൈവശത്തിൽ 10,000-ന് മേലെ കിലോമീറ്റർ ദൂരപരിധി ചെന്ന് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈൽ ഉണ്ട് എന്നാണ് അനുമാനം. അഥവാ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാദേശിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത്. പരീക്ഷണം നടത്തുകയും പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. എന്താ 10,000 കിലോമീറ്ററിന് പ്രത്യേകത? നമ്മൾ നോക്കാം. ഇറാനിലെ തെഹ്റാൻ എന്ന് പറയുന്ന അവിടെ തലസ്ഥാന നഗരിൽ നിന്ന് അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് 9,500 കിലോമീറ്ററാണ് ദൂരം. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ അടുക്കളയിൽ ഇരുന്ന് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൊറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കിങ് ജോൺ ഉന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 15,000 കിലോമീറ്ററാണ് അമേരിക്കയിലേക്ക് അവിടെ നിന്നുള്ള ദൂരം. 14,200-300 കിലോമീറ്ററാണ് കൊറിയയിൽ നിന്ന് അമേരിക്കയ്ക്കുള്ള ദൂരം.
അവരുടെ കൈവശത്തിൽ 15,000 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴാണോ ആക്രമിക്കേണ്ടത് ആ സമയത്ത് ആക്രമിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ആണവായുധ വാർഹെഡ് ഘടിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മളൊരു പരീക്ഷണമൊക്കെ നടത്താം. നാശത്തിൻ്റെ വക്കിലേക്ക് രാജ്യത്തെ പോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്ക നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ ആണവായുധം ഇടുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ശ്രദ്ധിക്കണം, ഇയാളൊരു അരപ്പിരിയാണ്. ആ സമയത്ത് ഇടൂല എന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പേടിയാണ്. കിങ് ജോൺ ഉന്നിനെ അമേരിക്കയ്ക്ക് പേടിയാണ്. എപ്പോഴാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ റൂട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. അതായത് ടെക്സാസിലേക്ക് ഇപ്പോൾ മിസൈൽ എത്താൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ആ 11,000 ഇത്രയും കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് ഇറാൻ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അയക്കുകയില്ല, അവരുടെ കൈവശത്തിൽ ഉണ്ടാവാനും സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ചർച്ചയിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇറാനിൽ നിന്ന് ടെക്സാസിലേക്കുള്ള റൂട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇറാൻ കഴിഞ്ഞതിന് ശേഷം ഇറാഖാണ്, അത് കഴിഞ്ഞിട്ട് തുർക്കിയാണ്, പിന്നീട് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം, യൂറോപ്യൻ രാജ്യം, അതല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം അതിൻ്റെ വടക്ക് ഭാഗം, ഇത് കഴിഞ്ഞാൽ ടെക്സാസിലെത്തും. അപ്പോൾ ഇറാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറാൻ കഴിഞ്ഞ ഇറാഖ്, ഈ ഇറാൻ്റെ മിസൈലാണെങ്കിൽ ഇറാഖ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് തടയുന്നില്ല, അത് തകർക്കില്ല. അങ്ങനെയാണ്. തുർക്കി തടയില്ല, തകർക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ തുർക്കി ഓൾറെഡി തന്നെയുണ്ട് ആക്രമണം ഇപ്പോൾ തുർക്കിക്ക് നേരെ അവർ നടത്തിയത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുകയാണ്. പിന്നീട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇറാൻ്റെ നിലപാടിനോട് യോജിപ്പുള്ളവരാണ്. അത് ഏതൊക്കെ രാജ്യമാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് ഇത് ഒരു യാത്രാ വിമാനം പോലെ അല്ലല്ലോ മിസൈൽ പോവുക. മിസൈൽ കണ്ണു ചുമ്മി തുറക്കുന്ന സമയത്ത് ലക്ഷ്യത്തിലെത്തുന്ന രീതിയിലാണ് അവർ മിസൈലൊക്കെ വിടുക. അപ്പോൾ ഇതൊന്നും വളരെ കൃത്യതയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ സ്ഥലം മാറ്റിയിട്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് വെച്ചിട്ടൊക്കെ അത് ക്ലിയർ ആക്കാൻ വേണ്ടി പോയി. അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ വടക്ക് ഭാഗം ചേർന്നുകൊണ്ട് ടെക്സാസിൽ എത്താൻ പറ്റും. അഥവാ ഇറാൻ്റെ കൈവശത്തിലാണ് ഈ പറയപ്പെട്ട മിസൈൽ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത്. ഇനി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ 12,000 കിലോ 11,923 അങ്ങനെയൊക്കെയാണ് കിലോമീറ്ററിൻ്റെതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൽ അടി കിട്ടിയിരിക്കുന്നത് അമേരിക്കക്കാണ്. ലോകത്തിന് മുൻപിൽ അമേരിക്ക നാണം കെട്ടിയിരിക്കുന്നു. അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറഞ്ഞിരിക്കുന്നു. അവരെ ലോകം ബഹുമാനിക്കാതെ അല്ലെ അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വിജയം കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഗസ യുദ്ധത്തോടനുബന്ധിച്ച് നടന്നിട്ടില്ല. ഉക്രൈൻ യുദ്ധത്തിൽ നടന്നില്ല. ഉക്രൈൻ യുദ്ധം ഇപ്പോൾ തുടരുന്നു, 4ാം കൊല്ലത്തിൽ യുദ്ധം തുടരുന്നു. പക്ഷേ അവിടെ പ്രശ്ന പരിഹാരം ഉണ്ടാവുകയോ യുദ്ധ വിജയപരാജയമോ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അമേരിക്ക വലിയ തിരിച്ചടി. കാര്യം ഉക്രൈനെ എല്ലാ തരത്തിലും സഹായിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അവരെ സമ്മതിച്ചിട്ടില്ല എന്നല്ലാതെ ലോകം ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നിലനിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ പ്രതിരോധിക്കുന്നു, ഇതൊക്കെ നിരീക്ഷിക്കുന്നവരാണ്. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം 2 കൊല്ലം കഴിഞ്ഞ് 3ാമത്തെ കൊല്ലത്തേക്ക് കയറുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ അവിടെ വിജയിച്ചിട്ടില്ല, ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ 2 പ്രാവശ്യം വധശ്രമം നടന്നിട്ടുണ്ട്. ആദ്യത്തെ വധശ്രമം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്താണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ ഒരു ഇലക്ഷൻ നടന്ന സമയത്താണ് വധശ്രമം. തലക്ക് വെടിവെച്ചതാണ്. തലക്ക് വെടിവെച്ച സമയത്ത് അയാൾ ഒഴിഞ്ഞു മാറി എന്തോ ചെയ്തു, മഹാഭാഗ്യത്തിന് ചെവിക്കാണ് വെടി കിട്ടിയത്. വെടി കിട്ടിയതോട് കൂടിയിട്ട് പിന്നെ ഈ പ്രതിയാക്കപ്പെട്ടത് വലിയ 24 വയസ്സുള്ള ഒരു യുവാവായിട്ടാണ് കണക്കാക്കുന്നത്. പ്രതിയെ വെടിവെച്ച് കൊന്ന സമയത്ത് ഈ അമേരിക്കയിൽ വലിയ രീതിയിൽ വിവാദമായി. പ്രതിയെ പിടികൂടാതെ എന്തിന് വെടിവെച്ച് കൊന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതാരാണ് തോക്ക് കൊടുത്തത്, ആരാണ് ഏൽപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് പിന്നീട് ആ വിഷയങ്ങളൊക്കെ വന്നത്. ഇറാൻ ഇതിൽ പങ്കുണ്ട് എന്ന് ഈ പ്രചരണത്തിനിടെ ട്രംപ് ആരോപണം പറയുകയും ചെയ്തു. എന്നാൽ അധികാരത്തിലേറിയതിനു ശേഷം പിന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 2ാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് വീട്ടിൽ കയറി ആക്രമിക്കാൻ വേണ്ടിയിട്ട് തോക്കുമായിട്ട് വീട്ടിൽ കയറിയതോടനുബന്ധിച്ച് പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. വെടിവെച്ചു എന്ന് പറയുന്നു, ചില റിപ്പോർട്ടിൽ വെടിവെച്ചിട്ടില്ല എന്നും പറയുന്നു. ഏതായിരുന്നാലും അങ്ങനെ 2 വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയാണ് പറയുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ 3ാമത്തെ ഒരു പരീക്ഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. കാരണം വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, അമേരിക്കയുടെ റിഫൈനറിയിലെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഇത്തരം സാഹചര്യത്തിലൊന്നും സാധാരണഗതിയിൽ പുറത്ത് വിടാറില്ല. കാരണം പുറത്ത് വരാറില്ല എന്നുള്ളതല്ല, പുറത്ത് വിടാറില്ല. കാരണം ഇറാനാണ്, ഒരുപക്ഷെ ഇറാൻ ആണെങ്കിൽ അതെങ്ങനെയാണ് അമേരിക്കക്ക് പറയുക? ഇത്രയും പ്രതിരോധ സംവിധാനങ്ങളും സൂക്ഷ്മ നിരീക്ഷണ സംവിധാനവും റഡാറിനെയും കവച്ച് വെട്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയിൽ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയുകയില്ല എന്നതാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.